നമസ്കാരം, ന്യൂസ് 3ലേക്ക് സ്വാഗതം. ഞാൻ നാദിറ മെഹ്റി. നരിവേട്ട് എന്ന സിനിമ നമ്മളെല്ലാവരും ആഴത്തിൽ സ്പർശിച്ചു. നമ്മളെല്ലാവരും നരിവേട്ടിൽ ആസ്പദമാക്കിയ വിഷയം മുത്തങ്ങ ഭൂസമരം, തുടർന്നുണ്ടായ വെടിവെപ്പും വീണ്ടും ചർച്ചയ്ക്കെടുത്തു. ഭൂമി ആദിവാസികൾക്ക് വെറുമൊരു വിഭവമല്ല, അത് അവരുടെ ജീവരക്തമാണ്, അവരുടെ സ്വത്വത്തിൻ്റെ അവകാശമാണ്. ചരിത്രപരമായ കുടിയിറക്കൽ, വനനിയമങ്ങൾ, ഭരണകൂട ഭീകരാക്രമണം, മുതലാളിത്തത്തെ സാധൂകരിക്കുന്ന നിയമങ്ങൾ, പോലീസിൻ്റെ അതിക്രമം എന്നിവ ഭൂമിക്കായുള്ള ആദിവാസികളുടെ അടിസ്ഥാന അവകാശം അവരിൽ നിന്ന് എല്ലാ കാലവും ഇല്ലാതാക്കിയിട്ടുണ്ട്. മുത്തങ്ങയിൽ അന്നാണെങ്കിൽ ഇന്ന് നിലമ്പൂരിൽ. ഇപ്പോൾ നടക്കുന്ന സമരം ഭൂമിക്കായുള്ള ദീർഘകാല പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ്. നിലമ്പൂരിൽ ഇക്കാലങ്ങളായി നടക്കുന്ന ഭൂസമരം ഈ സന്ദർഭത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട്. ആദിവാസി മനുഷ്യർക്ക് നീതി ആവശ്യപ്പെടുന്നുണ്ട്. ഭൂമിക്കായുള്ള ആദിവാസി സമൂഹങ്ങളുടെ പോരാട്ടത്തിൽ കൂടെ നിൽക്കേണ്ടത് കാലത്തിൻ്റെ നീതിയാണ്. കേവലം കാഴ്ചക്കാരായിട്ടല്ല, മറിച്ച് പിന്തുണ നൽകുന്നവരായി. നരിവേട്ട ചർച്ചയാക്കിയ പ്രേക്ഷകരെ നിലമ്പൂരിലെ സമരത്തിൽ അണിചേരാൻ എന്തേ ഒരു മടി? ഉടൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ നിർണായക നായികക്കല്ലാണ്. ഹിന്ദുത്വ ന്യൂനപക്ഷ വർഗീയവാദികളെ കാലുകുത്തിക്കില്ല എന്ന ഉറപ്പുപോലെ ആദിവാസി മനുഷ്യരുടെ ഭൂമി അവർക്കെന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ അതിക്രമണങ്ങൾ തുറക്കഥയാകാത്ത ആളുകൂടി ആകണം അവരുടെ പ്രതിനിധി എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. ജൂൺ മാസം ലോകമെമ്പാടും പ്രൈഡ് മന്ത് ആഘോഷിക്കുന്നു. ഈ അവസരത്തിൽ ന്യൂസ് 3 പ്രേക്ഷകർക്കായിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് അതിഥിയായി കിട്ടിയിട്ടുള്ളത്. സ്വാഗതം ചെയ്യാം. കേരളത്തിലെ ന്യൂനപക്ഷ മനുഷ്യരുടെ അവകാശങ്ങൾ കഴിഞ്ഞ 14 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള ദിയ സന. സ്വാഗതം ദിയ. നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 14 വർഷമായിട്ട് കേരളത്തിലെ മനുഷ്യർക്ക് വളരെ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഇത്തരത്തിൽ പോരാട്ടം നടത്തുന്ന വ്യക്തികളൊക്കെ തന്നെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നുണ്ട്. എങ്ങനെയുണ്ട് കഴിഞ്ഞ 14 വർഷമായിട്ട് സാമൂഹ്യ പ്രവർത്തന ജീവിതം? എനിക്ക് ആദ്യമേ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി പിള്ളേർ ഏതെങ്കിലുമൊക്കെ ഒരു സ്പേസിലിരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് സംവദിക്കുന്നതൊക്കെ സ്ക്രീനിൽ വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ശരിക്കും നമ്മൾ ഇത്രയോ പണികൾ ചെയ്തു വെച്ചിരിക്കുന്നു, പക്ഷേ അപ്പോഴൊന്നും നമുക്ക് കിട്ടാത്തൊരു സന്തോഷവും ഒരു നിറവാണ് എനിക്ക് നാദ്രയുടെ കൂടെ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. കാരണം നാദ്രയുടെ ലൈഫ് ജേണിയിലൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10-12 വർഷങ്ങളായിട്ട് ഞാനും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇന്നിവിടെ അഭിമാനത്തോടു കൂടി ഈ ഒരു പ്രൈഡ് മന്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. അതാണ് എനിക്ക് ആദ്യം. താങ്ക് യു. 14 വർഷമായിട്ട് കേരളത്തിലെ ക്യൂർ മനുഷ്യരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ക്യൂർ അലയായിട്ടുള്ള വ്യക്തിയാണ് സന. അപ്പം വലിയൊരു എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ കടന്നു പോയിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ജീവിതം? എനിക്ക് എൻ്റെ ജേണികളിലൊക്കെയും എനിക്ക് ഇന്ന് ഓർത്താൽ എനിക്ക് കിട്ടുന്നത് മൊത്തവും നമ്മുടെ കമ്മ്യൂണിറ്റികളും ഞാനും കുറേ സ്ത്രീകളും അടങ്ങുന്ന എൻ്റെ ഒരു ലൈഫാണ് എൻ്റെ ജേണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജേണി ഭയങ്കര കംഫർട്ടാണ്. ഞാൻ ജീവിച്ച് കഴിഞ്ഞ ഒരു 18-19 വയസ്സ് വരെ ഞാൻ ജീവിച്ച് വന്നതിൽ നിന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൊണ്ടുപോകുന്ന ഒരു ലൈഫ് ഇപ്പോൾ ഉള്ളൊരു ലൈഫാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഷുവറായിട്ടും നമ്മൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത എഫേർട്ടുകൾ, അതായത് നമ്മളെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന എഫേർട്ടുകൾ, അതൊക്കെ ഒരുപാടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പ്രൈഡ് മന്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും കമ്മ്യൂണിറ്റികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഓർമ്മിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. സാന ഇപ്പോൾ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ മനുഷ്യർക്കിടയിൽ ആദ്യകാലങ്ങളിൽ ഒക്കെ തന്നെ വാർത്തയിലൊക്കെ വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നൊരു വലിയൊരു ആഘോഷമായിരുന്നു പ്രൈഡ് മന്ത് എന്നുള്ളത്, പ്രൈഡ് ആഘോഷം എന്നുള്ളത്. എനിക്ക് സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ എന്ന് പറയുമ്പോൾ 13ാമത് കേരള ക്യൂർ പ്രൈഡിന്റെ സംഘാടക സമിതിയിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ദിയ സന എന്നുള്ളത്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയതല്ല, അതിന് മുൻപ് തന്നെ കുറെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തന്നെ സജീവമായിട്ട് നിന്ന വ്യക്തിയാണ്. എങ്കിൽ പോലും 13ാമത് കേരള ക്യൂർ പ്രൈഡിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം 4 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ വ്യാപകമായിട്ടൊരു വലിയൊരു ന്യൂസ് പ്രാധാന്യം ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രൈഡ് മന്ത് ആയിരുന്നു, പ്രൈഡ് ആഘോഷമായിരുന്നു. അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കും. അത് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഭയങ്കര സന്തോഷം. അതിനകത്ത് പ്രധാന ഗസ്റ്റ് ആയിരുന്നു നാദ്ര എന്ന് പറയുന്നത്. നാദ്രയും ജോളി ചെറിയ ചേച്ചിയാണ് നമ്മുടെ കേരള ക്യൂർ പ്രൈഡിന്റെ ആദ്യത്തെ വിളംബര ഘോഷയാത്ര ബസ്സിൽ KSRTC നമുക്ക് ഗണേഷ് കുമാർ സാറും എല്ലാവരും കൂടെ നിന്നിട്ട് നമുക്കത് നമ്മൾ ഭയങ്കര ഒരു നന്ദി പറയണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ
ഒരു വട്ടം പോയി സംസാരിച്ചതേ ഉള്ളൂ. അപ്പം തന്നെ നമുക്ക് ബസ് വിട്ടുതരാമെന്ന് പറഞ്ഞ് നമുക്ക് ആദ്യമായിട്ട് KSRTC നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ് വിളംബര ഘോഷയാത്രയിൽ. അതിൻ്റെ ഉദ്ഘാടകയായിട്ട് വന്നത് നാദിറ മെഹറിനും ജോളി ചിറത്തേച്ചിയാണ്. പിന്നെ അത് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു നമ്മുടെ. കാരണം ഇതുവരെയും കേരള പ്രൈഡിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൈഡ് നടന്നിട്ടില്ല. പ്രതിഷേധമുണ്ടായിരുന്ന കേരള പ്രൈഡായിരുന്നു 12ാമത് കേരള ക്യൂർ പ്രൈഡ്. അത് മലപ്പുറത്ത് വെച്ച് നടന്നത്. എനിക്ക് തോന്നുന്നു News 18 ആണ് അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഒരു നന്ദി ഞാൻ ഇവിടെ വെച്ച് പറയുകയാണ്. കാരണം നമ്മൾ എത്രയോ മീഡിയാസിനെ സമീപിക്കുന്ന സമയത്തും News 18 അത് ലൈവായിട്ട് ചിത്രീകരിക്കുകയായിരുന്നു. നമ്മുടെ 12ാമത് കേരള ക്യൂർ പ്രൈഡിന് ഭയങ്കര വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പല മുസ്ലിം സംഘടനകളും അതുപോലെ മെനിനിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ വന്ന് കമ്മ്യൂണിറ്റികളെയൊക്കെ വളരെ വൾഗറായിട്ടും വല്ലാത്ത രീതിയിലും ആക്രമിക്കുകയും സൈബർ ബുള്ളിങ് നടത്തിയിരിക്കുകയും ഡയറക്റ്റ് നമ്മളെ പ്രതിരോധിക്കാനായിട്ട് ആയുധങ്ങൾ ഉൾപ്പെടെ വരുന്ന സാഹചര്യങ്ങൾ മലപ്പുറം കേരള പ്രൈഡിലുണ്ടായി. അവിടെ നിന്നൊക്കെ നമ്മൾ ആ പ്രൈഡിനെ വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കുകയും പിന്നെ അങ്ങോട്ടുള്ള പ്രൈഡുകളൊക്കെ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയതായാലും നമ്മൾ കൂടുതൽ വിസിബിലിറ്റിയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. 14ാമത് കേരള ക്യൂർ പ്രൈഡും അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഇട്ടപ്പോൾ ഒരു പോള് വെറുതെ ഇട്ടപ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇത് വന്ന് എത്രത്തോളം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയില്ല. ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഈ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ വൈവിധ്യമുള്ള മനുഷ്യരായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് സന ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും നേരിടേണ്ടി വരാറുണ്ട്. പക്ഷെ ആ ഇടത്തൊക്കെ തന്നെ പലർക്കും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മറുപടിയിൽ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും സന മറുപടിയിൽ കൊടുക്കാറില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുമോ അത് കണ്ടാൽ മതി എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ പറഞ്ഞ പോലെ അത്തരം മറുപടികളൊക്കെ തന്നെ വലിയൊരു അംഗീകാരം കൂടി നമ്മുടെ സമൂഹത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ വലിയൊരു നന്ദി കൂടി ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. സന ക്യൂർ മനുഷ്യരുടെ മാത്രം അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല. സ്ത്രീകളുടെ നമ്മുടെ സമൂഹത്തിലെ മാറ്റി നിർത്തപ്പെട്ട വലിയ വിഭാഗം മനുഷ്യരുടെ ഒക്കെ തന്നെ അവകാശങ്ങളുടെ പോരാട്ടത്തിലൊക്കെ തന്നെ മുൻനിരയിലുണ്ട്. അതൊന്നും പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? കഴിഞ്ഞ കുറെ വർഷമായിട്ട് അത്തരം ഒരു പരിചയമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ. ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. മനുഷ്യനെല്ലാവർക്കും പേഴ്സണലി ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിലോ ഏതെങ്കിലും ഒരു പോയിന്റിൽ തന്നെയായിരിക്കും ഓരോരുത്തരും പുറത്തേക്ക് വന്ന് അവരുടെ ജീവിതം തുറന്നു പറയുന്നത് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴാണോ എൻ്റെ കുടുംബത്തിൻ്റെ അണ്ടറിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ എനിക്കിപ്പം എൻ്റെ ഫാമിലി ഉണ്ട്, അമ്മയും എൻ്റെ കുഞ്ഞും ഒക്കെ അടങ്ങുന്ന എനിക്കൊരു കുടുംബമുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു കൂട്ടുകുടുംബത്തിൻ്റെ അണ്ടറിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുന്ന സമയത്ത് എവിടെ നിന്നാണോ ഞാൻ സംസാരിച്ച് തുടങ്ങിയത് അന്ന് തന്നെയാണ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് വേണ്ടി സംസാരിച്ച് തുടങ്ങിയെടുത്ത് തന്നെയാണ് ഞാൻ എന്നെപ്പോലെ കാണുന്ന പല സ്ത്രീകൾക്കും വേണ്ടി സംസാരിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നോട് കുറേ ആളുകൾ ചോദിക്കും, വെറുതെയൊക്കെ നമുക്കൊക്കെ വന്നിട്ട് കമൻസൊക്കെ വന്നിടും, എന്ത് പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്, എന്ത് സാമൂഹ്യ പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. നമ്മളെ ജീവിതം തന്നെയാണ് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യരോടൊന്നും ഒന്നും പറയാനില്ല. അത് അനുഭവിച്ച് ജീവിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞ് പ്രതിഷേധങ്ങളിലൂടെ പ്രതികരണങ്ങളിലൂടെ സംസാരിച്ച് നിലനിൽക്കുന്നിടത്താണ് ഞാനെന്ന് പറയുന്ന സ്ത്രീയും എൻ്റെ പ്രവർത്തനങ്ങൾ നിൽക്കുന്നെന്നുള്ളതാണ്. അവിടെ ഈ മനുഷ്യരെ എങ്ങനെ അത് ബോധിപ്പിക്കണമെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ചുറ്റിൽ നിൽക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്നു, ഞാനത് എവിടെയും പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം ദിയാസന എന്ത് ചെയ്തു അല്ലെങ്കിൽ ദിയ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും എൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോലും ഇൻ്റർവ്യൂകൾ പോലും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പം ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഇത് പറയണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം മനുഷ്യർക്കും അറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജീവിതത്തിലൂടെ കടന്ന് വന്ന സ്ത്രീകളാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അത് അംഗീകരിച്ചു കൊടുക്കാൻ മടിയും പ്രതിഷേധിക്കുന്നതുകൊണ്ടും പ്രതികരിക്കുന്നത് കൊണ്ടിട്ടും എന്നെപ്പോലുള്ള സ്ത്രീകൾ മോശക്കാരായിട്ട് ആദ്യമേ അങ്ങ് വിലയിരുത്തും. ഞാൻ സംസാരിക്കാൻ പാടില്ല, ഞാൻ സംസാരിക്കാതെ ഇരിക്കുന്നിടത്തോളം ഇവിടുത്തെ പുരുഷ സ്വത്ത് സമൂഹത്തിന് ഭയങ്കര അന്തസ്സും ഭയങ്കര സമാധാനമാണ്. ഈ പറഞ്ഞതുപോലെ സ്വന്തം ജീവിതം സമരമാക്കിയിട്ടാണ് ഓരോ സാമൂഹ്യ പ്രവർത്തകരും നിലകൊള്ളുന്നത്. അപ്പം തുടക്കം ഒരു പക്ഷേ അവരുടെ കുടുംബങ്ങളിൽ നിന്നോ വ്യക്തി ജീവിതത്തിൽ നിന്നോ ഒക്കെ തന്നെ ആയിരിക്കാം. സനയെ സംബന്ധിച്ച് വളരെ ചെറുപ്പകാലത്തിൽ വിവാഹം ചെയ്യപ്പെടുകയും അത് ഡിവോഴ്സിലേക്ക് എത്തുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു മകനുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ഒരു സിംഗിൾ പാരൻ്റായിട്ട് നിലകൊണ്ട് തന്നെ സ്വന്തം മകനിൽ അഭിമാനിക്കുകയും അവൻ്റെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും അവനെ സമൂഹത്തിലേക്ക് വലിയൊരു മനുഷ്യനായിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് ഇറക്കാൻ സനയ്ക്ക് സാധിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നേരിട്ട് കണ്ട ആ വ്യക്തിയാണ് ഞാൻ. എങ്ങനെയുണ്ട് ആ ജീവിതം? ഒരു സിംഗിൾ പാരൻറ്റിങ് ജീവിതം വളരെ ചലഞ്ചിങ് ആണെന്നറിയാം. എങ്കിൽ പോലും
വലിയ രീതിയിൽ അത് സക്സസ് ആയിട്ട് കടന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ഇന്ന് ഈ കാണുന്ന മനുഷ്യരുടെ അടുത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് പറയാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു മദർഹുഡ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് എല്ലാ അമ്മമാർക്കും ഉണ്ടാവും. അതെ. എന്നെ സംബന്ധിച്ചിടത്തോളം അതുണ്ട്. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് എൻ്റെ മകനെ നോക്കി വന്നത്. ഏറ്റവും കൂടുതലും എൻ്റെ സുഖത്തിനും സന്തോഷത്തിനും എൻ്റെ ഒപ്പം കൂടെ നിന്നിരുന്നത് എൻ്റെ ഉമ്മ തന്നെയാണ്. അതും ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. പക്ഷെ ഞങ്ങൾ വളർത്തുന്നത് ഒരു ആൺകുട്ടിയാണ്. ഭയങ്കര രസമാണ് അത്. അപ്പോൾ ആ രസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മകന്റെ പേരൊന്ന് അൽ ഷിഹാൻ എന്നാണ് മോൻ്റെ പേര്. അവനിപ്പം ഇനി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. അപ്പം അറിയാലോ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്പോർട്സിലൊക്കെ വലിയ രീതിയിൽ തന്നെ താരമായിട്ടുള്ള വ്യക്തിയാണ്. അതിനേക്കാളൊക്കെ ഉപരി കലോത്സവത്തിന് വലിയൊരു വിജയം കൂടി കരസ്ഥമാക്കിയ വ്യക്തിയാണ്. അതെ, അതൊക്കെ കൊണ്ട് തന്നെ ഭയങ്കര പ്രൗഡാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഞങ്ങളെ 2 സ്ത്രീകളെ മനസ്സിലാക്കാൻ പറ്റുന്നത് എൻ്റെ മകനാണ്. അപ്പം ഞാൻ എപ്പോഴും ഈ പുരുഷ സമൂഹത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ മനുഷ്യരോടും പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയുള്ള മനുഷ്യരാവുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ കുഞ്ഞിന് നമ്മൾ 2 സ്ത്രീകളെ മനസ്സിലാക്കാൻ പറ്റുന്നു. അവർക്ക് തരുന്ന റെസ്പെക്റ്റ് അവർ തരുന്നുണ്ട്. അപ്പം നമുക്കത് ഭയങ്കര ഒരു പ്രൗഡാണ്. നമ്മളെ കുട്ടി നമ്മളെ മനസ്സിലാക്കുന്നു, എടുക്കുന്നു എന്ന് പറയുന്നത്. അത് ഞാൻ പഠിപ്പിച്ചിട്ടോ ഒന്നുമല്ല, അവൻ തന്നെ അന്ന് മറ്റ് മനുഷ്യരെ കണ്ടും ആളുകളെ മനസ്സിലാക്കിയും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് ചോദിക്കും, ഈ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ഉള്ളിൽ മനുഷ്യരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകളെ ഇങ്ങനെ ആക്രമിക്കുന്നത്, അധിക്ഷേപിക്കുന്നത്, എന്താണ് അവരുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കലുണ്ട്. കൂടിയുണ്ട്. ക്യൂർ മനുഷ്യരുമായിട്ട് വളരെ രീതിയിൽ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മകൻ. അതെ, അതും കൂടി അത് ഒരിക്കലും പഠിപ്പിച്ചിട്ടല്ല, അവൻ മനസ്സിലാക്കി അവൻ പെരുമാറുന്നതാണ്. അത് അവനറിയാം. കാരണം എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കമ്മ്യൂണിറ്റി മനുഷ്യരാണ്. അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ ഉമ്മാക്കായാലും എല്ലാവർക്കും കൂടെ നിൽക്കുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളൊന്നും എൻ്റെ വീട്ടിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ പലയിടത്തും ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര അതിശയമായിരിക്കും, അയ്യോ ഇതാരാ ഏതാ. എൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര ആക്സസ്സാണ് എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട്. കമ്മ്യൂണിറ്റി പിള്ളേർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും വരാം. ഇപ്പോൾ എൻ്റെ ചുറ്റുപാടുള്ള അയൽവക്കക്കാരും ആരും അതിന് വേറൊരു രീതിയിൽ നോക്കൂല്ലോ, അയ്യോ അവർ വന്നു ഇവർ വന്നു അതാരാ വന്നത് അങ്ങനെയൊന്നും. പക്ഷെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ ആളുകൾ വരും, പ്രത്യേകിച്ച് അങ്ങനെ ഒരു അതിശയം പോലെയോ അങ്ങനെ ഒന്നും നോക്കലില്ല. നമുക്ക് നമ്മളുടെ സ്പേസിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും മുന്നോട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം മോൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പം അവന് സാമൂഹികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും ആയിട്ടില്ല. അത്തരത്തിലുള്ള പ്രായമായിട്ടുള്ള NCC NSS പോലുള്ള പരിപാടികളിലൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പരിപാടികളാണ്. അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ടുള്ള പോക്കിലും ഇതുപോലെ അവനും അവൻ്റേതായിട്ടുള്ള രീതിയിൽ സമൂഹത്തിന് വേണ്ടി ഉതകുന്ന ഒരു മനുഷ്യനായിട്ട് മുന്നോട്ട് പോട്ടെ എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അവനും ഇൻഡിപെൻഡൻ്റ് ആവട്ടെ. ഇനിയിപ്പോൾ നമ്മൾക്ക് റോളില്ല, കാരണം അവരൊക്കെ അവരുടെ സ്പേസുകളായി കഴിഞ്ഞു. ഇനി അവരുടെ ഇഷ്ടത്തിന് ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഒരു സിംഗിൾ പാരൻ്റ് എന്നുള്ള നിലയിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ പ്രൗഡാണ്. നാളെ അവൻ എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയാൽ മീൻസ് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ഒരു കാണുന്ന ന്യൂസ് 18 പ്രേക്ഷകരിൽ സിംഗിൾ പാരന്റിംഗ് ഒക്കെ ഉള്ള മാതാപിതാക്കളെ അമ്മ അല്ലെങ്കിൽ അച്ഛനൊക്കെ തന്നെ കാണട്ടെ ഒരു മകനെ അല്ലെങ്കിൽ മകളെ എങ്ങനെ വളർത്തണം എന്നൊക്കെ ഉള്ളത് ഒരു വലിയൊരു മാതൃക കൂടിയാണ് അത് സമൂഹത്തിൽ പങ്കുവയ്ക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് വലിയ രീതിയിൽ പോരാട്ടം നയിച്ച് മുന്നോട്ട് വന്ന കുറേ അധികം മനുഷ്യരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുന്ന ജനങ്ങൾ തന്നെയാണോ? പലപ്പോഴും നമുക്ക് ചില വിഷയങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ മുൻകാലങ്ങൾ അനുഭവിക്കാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ട് കാണാറുണ്ട്. അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മൾ നേരിടാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ് നമുക്ക് പലപ്പോഴും പറയേണ്ടി വരുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് സാനയുടെ അഭിപ്രായം? നമ്മൾ മുന്നോട്ട് പോകുന്നവർ തന്നെയാണോ ഇല്ലെങ്കിൽ നമ്മൾ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടോ? അല്ല, നമ്മൾ ശ്രമിക്കുന്നത് മുഴുവനും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നമ്മളെ പർപ്പസ്ഫുള്ളി നമ്മളെ പുറകിലേക്ക് വലിക്കണമെന്നത് ഒരു അജണ്ടയായിട്ട് ഈ സമൂഹത്തിൻ്റെ ചില പരിതസ്ഥിതികൾ നമ്മളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അത് നമ്മളെ വളർത്തില്ല എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് സ്ത്രീകളായതുകൊണ്ട് തന്നെ നമ്മളെ വളർത്തില്ല എന്നുള്ളത് കണ്ടിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പം രാഷ്ട്രീയത്തിലായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് പുരുഷന്മാർ തന്നെയാണ്. സ്ത്രീകൾ വളരെ കുറവാണ്. അത് സ്ത്രീകൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടോ ശക്തിയില്ലാത്തതുകൊണ്ടോ സ്രോതസ്സില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. അത് സ്ത്രീകൾ പാടില്ല എന്നത് ആരുടെയൊക്കെയോ അജണ്ടയാണ്. അത് ആരുടെയെന്ന് മനസ്സിലാവുമല്ലോ. ഭൂരിപക്ഷം എവിടെയാണുള്ളത് അവരുടെ തന്നെ അജണ്ടയായിരിക്കും. അത് എല്ലാ പുരുഷന്മാരെയും അല്ല അതിനകത്ത് കുറ്റപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ഇതാക്കുന്നതൊന്നും. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി നോക്കൂ,
സ്ത്രീകള് റൈറ്റ് ടു സ്പേസ് ഇരിക്കുന്ന ഒരു സ്ഥലം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു ശതമാനം പോലും നമുക്കത് ശ്രമിക്കാൻ വേണ്ടിയിട്ട് അവസരം നൽകിയിട്ടില്ല. അപ്പൊ പറയും രാഷ്ട്രീയത്തിൽ ഇത്ര മന്ത്രിമാരുണ്ട്, അപ്പൊ 2 സ്ത്രീകളുണ്ടല്ലോ, അല്ലെങ്കിൽ 3 സ്ത്രീകളുണ്ട്. ഈ ഒറ്റപ്പെട്ട കാര്യമല്ല പറയുന്നത്. ഈ ഇടങ്ങൾ മൊത്തം സ്ത്രീകളാക്കും, രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ മാത്രം മതി എന്നല്ല ഞാൻ അത് അവകാശപ്പെടുന്നത്. ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു സ്പേസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞതാണ്. ഇനിയിപ്പം നാളെ പറയരുത് രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ മാത്രം വന്നിരിക്കണമെന്നാണ് ദിയാസിന് അവകാശപ്പെട്ടത്, പറയരുത്. അതല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പേസിൽ അങ്ങനെ മാത്രം ഒന്ന് കൊടുത്തു നോക്കൂ. സ്ത്രീകളോ മൈനോറിറ്റി മനുഷ്യരെയൊക്കെ കൊടുത്തു നോക്കൂ. എല്ലാവരും മൈനോറിറ്റി മനുഷ്യരായിട്ടൊക്കെ ഇരിക്കുന്നതിനെ കൊടുത്തു നോക്കുക. എൻ്റെ സ്വപ്നമാണ് ഒരു ക്യൂർ സിനിമ ചെയ്യണമെന്നുള്ളത്. അത് അത് അതെ അതെ തീർച്ചയായിട്ടും. അപ്പം മനുഷ്യരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മലയാള സിനിമയിൽ വളരെ ഒരു കൊമേഴ്ഷ്യൽ ചിത്രം ചെയ്യണമെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ആഗ്രഹമെങ്കിലും എനിക്കുള്ളതെങ്കിലും സാധിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ സ്ക്രിപ്റ്റ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അതൊരു കൊമേഴ്ഷ്യൽ മൂവി ആയിരിക്കണം. സിനിമയിൽ അഭിനയിക്കുന്നവർ മുഴുവനും ക്യൂർ മനുഷ്യരായിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമ നടണം. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സ്പേസ് കൊടുത്തു നോക്കൂ. ആ ഇടത്ത് അവരെന്ത് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കൂ. അത് ക്യൂർ മനുഷ്യരോ സ്ത്രീകളോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോഴല്ലേ മനസ്സിലാകത്തുള്ളൂ അതിനെ പറ്റിയിട്ട്. അപ്പോൾ എത്രയോ സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്ന് ഇവിടെ പ്രതികരിക്കുന്നു, സംസാരിക്കുന്നു. നിങ്ങളുടെ ഈ ഞാൻ പറയട്ടെ, ഈ കേരള സമൂഹം എന്നല്ല, ലോക സമൂഹത്തിലെ മുഴുവൻ ഏറ്റവും കൂടുതൽ ന്യൂസ് വാല്യൂം ഉള്ളത് സ്ത്രീകളുടെ നേർക്കാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രം ഒരു കൂട്ടമില്ലാത്തത്? അവരെ മാത്രം ഒരു കൂട്ടത്തോടെ ഒരു സ്പേസിലേക്ക് എന്തുകൊണ്ടാണ് എത്തിക്കാത്തത്? അത് അജണ്ടയും. എന്നാൽ എല്ലാത്തിനും സ്ത്രീകൾ വേണം. മനസ്സിലായില്ലേ? അത് പുരുഷനും വേണം, സ്ത്രീകളും വേണം, മൈനോറിറ്റീസ് ആയിട്ടുള്ള ന്യൂനപക്ഷ എല്ലാ മനുഷ്യരും വേണം. അതില്ലെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളെ എത്തിക്കാൻ നമ്മളെ പിന്നോട്ട് വലിക്കും. ഇപ്പം നാദ്ര ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി എന്ന് പറയുന്നത്, നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു, പക്ഷെ നമ്മളെ പിന്നോട്ട് വലിക്കുക എന്നുള്ളതാണ്. അതാണ് കാലം തെളിയിച്ചിട്ടുള്ളത്. അത് പറയുമ്പോഴാണ് സന കഴിഞ്ഞ കുറേ വർഷമായിട്ട് സിനിമാ മേഖലയിലും സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടും ഒക്കെ തന്നെ വലിയ രീതിയിൽ സാന്നിധ്യം ഉറപ്പാക്കിയ വ്യക്തിയാണ്. പക്ഷേ നമുക്ക് ഈ 21ാം നൂറ്റാണ്ടിലും സ്ത്രീ സമത്വത്തെ പറ്റി സംസാരിക്കേണ്ടി വരാറുണ്ട്. അപ്പോഴും നമുക്ക് സമത്വം ഈ സിനിമാ മേഖലയിൽ ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സങ്കടപ്പെടുത്തുന്ന വാർത്ത കൂടി നമുക്ക് പങ്കുവെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് സിനിമാ മേഖലയിൽ സന അടങ്ങുന്ന ഒരു മേഖലയ്ക്കകത്ത് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നുണ്ടോ? അവർ സുരക്ഷിതരാണോ? പൂർണ്ണമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പം നമുക്ക് ചില സെറ്റുകളിൽ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും, ചില സെറ്റുകളിൽ ഭയങ്കരമായി കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്നാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമല്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ സ്ത്രീകൾ അവരുടെ ശരീരത്തെ കൊടുത്ത് ജീവിക്കുക എന്നുള്ളതിൽ അങ്ങനെയുള്ളൊരു സാധനം മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. കുറേ കഷ്ടപ്പാട്. ഇപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ഇരിക്കുന്ന ഷൂട്ടുകളായിരിക്കും. ചിലപ്പോൾ ചില പ്രൊഡ്യൂസേഴ്സിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതായിരിക്കും, ആർട്ടിസ്റ്റുകളുടെ വായിൽ നിന്ന് കേൾക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ മറ്റേ ഹയറാർക്കി സാധനങ്ങൾ മുഴുവനും നമ്മളെ തലയിൽ ചുവന്ന് നമ്മൾ ആട്ടും തുപ്പും സഹിച്ചിട്ടൊക്കെ ആയിരിക്കും. മനുഷ്യന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കുറേ കഷ്ടപ്പാടുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ആക്ടിവിസം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് കാശൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതേസമയം ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എനിക്ക് ഭയങ്കര റിസ്ക്കാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലെ പ്രതികരിക്കുന്ന ഒരു സ്ത്രീക്കൊക്കെ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുമ്പോഴൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന കുറേ അവഗണനകളുണ്ട്, ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, പർപ്പസ് ആയിട്ടുള്ള അറ്റാക്കിങ്ങുകളുണ്ട്. അപ്പം ഇത് ഞാനിവിടെ തുറന്ന് പറയുമ്പോൾ എനിക്ക് നാണക്കേടൊന്നുമില്ല. ചിലപ്പം കേൾക്കുന്നവർക്ക് അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയാൻ പറ്റുമായിരിക്കും. എന്നാലും എനിക്കതിൽ പ്രശ്നമില്ല. പക്ഷേ നമ്മളൊക്കെ അത് ഫേസ് ചെയ്ത് അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നത്. ഇപ്പം ഇവൻറ്റ്സൊക്കെ ചെയ്യാൻ പോകുമ്പോഴും ഒരു വർക്ക് ചെയ്യാൻ ചെന്നിരിക്കുന്ന സമയത്തൊക്കെ അവരോട് ചെന്ന് നമ്മൾ സംസാരിക്കുക ചിലപ്പോൾ കെഞ്ചേണ്ടതായിട്ടൊക്കെ വരും. കാരണം കയ്യിൽ കാശില്ലല്ലോ. അതെങ്ങനെയെങ്കിലും ആ വർക്ക് കിട്ടണമെന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമാ മേഖലകളിൽ പൊതുവേ ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കായാലും മൈനോറിറ്റി മനുഷ്യർക്കായാലും ഇപ്പോൾ ഒരു ന്യൂസ് വാല്യൂക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ട്രാൻസ്ജെൻഡറിനെ അഭിനയിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആളുകൾ കൊണ്ടുവരാറുണ്ട്. എന്നാൽ അവർ ക്യൂർ ഫോബിക്കല്ല, അവർ ക്യൂർ സപ്പോർട്ടറാണ്, അലയാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നെങ്കിലും അവർ ഈ പറഞ്ഞ പോലെ AMM പോലുള്ള സംഘടനകളിലും മറ്റുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ പാർട്ടായിട്ടുണ്ടാവുക. അതൊരു തെറ്റ് എന്നുള്ള സാധനം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതലും അതുപോലുള്ള ഇടങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ സംസാരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മൾ അമ്മ എന്നുള്ള സംഘടനയിലെ WCC പോലുള്ള സംഘടനകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. പക്ഷേ
ഇവരുടെയൊക്കെ തുടക്കകാലത്തുള്ള ചരിത്രം പരിശോധിച്ചാൽ വലിയ രീതിയിൽ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച സംഘടനയാണ് WCC. പക്ഷേ പിന്നീടുണ്ടായ പോരാട്ടങ്ങളോ പിന്നീടുണ്ടായ ചരിത്രമോ അത് അത്തരത്തിൽ ഒരു തരത്തിലൊരു പുരോഗമനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത്? എനിക്ക് പലപ്പോഴും ഞാൻ WCCയിൽ ഉള്ള അംഗങ്ങളടുത്തും അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെമ്പേഴ്സിനോടൊക്കെ ഹ്യൂജ് റെസ്പെക്റ്റ് തന്നെയാണ്. പലപ്പോഴും ആ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് സർവൈവേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് അതിനകത്ത് ഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ സംഘടനയെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഈ പരിപാടിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഞാൻ സംഘടനയെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു റെഡ് കാർപ്പറ്റ് ഇരിക്കാനുള്ള കുറച്ച് മനുഷ്യർ അതിനകത്ത് ഉൾപ്പെത്തിച്ചു എന്നുള്ളതിലപ്പുറത്തേക്ക് എന്ത് പ്രവർത്തനങ്ങൾ എന്നുള്ളത് എനിക്ക് സ്വീകാര്യമായി വന്നിട്ടില്ല. പലപ്പോഴും ഞാൻ പല പോസ്റ്റുകൾക്ക് ലൈക്കൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ വിമർശിക്കുന്നതല്ല ഇത്. കാരണം പ്രവർത്തനങ്ങൾ എന്തെന്നുള്ളത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടുത്തെ സിസ്റ്റം പോലെ തന്നെയാണ്. ഇവിടുത്തെ ഒരു വലിയൊരു നടിക്ക് പ്രശ്നം ഉണ്ടായാൽ അത് എഴുത്തുകളായിട്ട് വരുന്നു. അതായത് ഒരു കീഴിൽ ഉള്ള ഒരു നടിയോ അല്ലെങ്കിൽ വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്ന വല്ലവരോ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സംഘടനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഗൂഢമായിട്ടുള്ള ഒരു അപ്രോച്ചായിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും പല പോസ്റ്റുകളും വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ വ്യക്തികളായിട്ട് എടുത്ത് ആരെയും സംസാരിക്കുന്നതല്ല. പറഞ്ഞല്ലോ, ഈ സർവൈവേഴ്സായിട്ടുള്ള ആളുകൾ തന്നെയാണ് വ്യക്തികൾ. അതുകൊണ്ട് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ എനിക്ക് അത്ര അടച്ചാക്ഷേപിക്കാനായിട്ട് എനിക്കറിയില്ല. പക്ഷേ എന്ത് പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അത് ഞാൻ കുറേ അന്വേഷിച്ചതാണ്. പക്ഷേ ചില ഇനിഷ്യേറ്റീവുകൾ ഈ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി പോലുള്ള കാര്യങ്ങൾക്കൊക്കെ എടുത്തിരിക്കുന്ന ഇനിഷ്യേറ്റീവുകളെ അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ തന്നെയും അതിനുള്ളിൽ പല വിഷയങ്ങളിലും സ്ട്രെയിറ്റ് ആയിട്ട് നിലപാടെടുക്കാൻ സ്ത്രീകളെ കൊണ്ട് സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചില വിയോജിപ്പുകൾ ഈ സംഘടനകളായിട്ടുള്ള ഇതിലുണ്ട്. അത് WCC എന്നല്ല, ഏത് സംഘടനകൾ എടുത്തു നോക്കിയാലും അത്തരത്തിലൊക്കെ തന്നെയാണ്. കാരണം നമ്മളൊരു പ്രവർത്തനം നടത്തുന്ന സമയത്ത് ആ സംഘടനാ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ ത്വരിതപ്പെട്ട് പോകണമെന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത് പറയുമ്പോൾ കൂട്ടിച്ചേർക്കുന്നത് അമ്മ പോലുള്ള സംഘടനകൾ മുൻകാലങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു പ്രവർത്തനമല്ല, കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനൊക്കെ തന്നെ പ്രാപ്തരായിട്ടുള്ള ആളുകളാണ് ഇപ്പോഴത്തെ അവിടെ ഇരിക്കുന്ന ആളുകൾ, മനുഷ്യരൊക്കെ തന്നെ. അപ്പൊ അമ്മ പോലുള്ള സംഘടനകൾ മുന്നോട്ട് സഞ്ചരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അമ്മ പോലുള്ള സംഘടനകൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അവിടെ നിന്ന് രാജിവെച്ച് എല്ലാവരും പോയി എന്ന് പറയുമ്പോഴത്തേക്കും ഈ അമ്മ സംഘടന എന്ന് പറയുന്നത് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമല്ലേ. നമ്മളിപ്പോൾ കാണുന്നത് അവരുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞതും അവരടുത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നതൊക്കെയാണ്. പിന്നെ അതിനുള്ളിൽ പരിഹരിക്കാൻ കൂടി ശ്രമിക്കുന്നതായിട്ടാണ് അവർ ചെയ്തത്. പക്ഷെ ഞാൻ പറഞ്ഞത്, എനിക്ക് അത്തരത്തിലുള്ള സംഘടനകളിൽ ഈ പറഞ്ഞ പോലെ മൈനോറിറ്റി മനുഷ്യരോടുള്ള വിയോജിപ്പുകളും ചില കാര്യങ്ങൾ ചെയ്യുന്ന സംഭവങ്ങളൊന്നും എനിക്കത് സ്ത്രീകളോടായാലും പല സ്ത്രീകളോടും അമ്മ എടുത്തിട്ടുള്ള നിലപാടുകളും എനിക്ക് യോജിക്കാനൊന്നും പറ്റില്ല. ഇപ്പം ഞാൻ WCC എന്ന് പറയുന്ന സംഘടനയെ എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് അമ്മയെയും എനിക്കങ്ങനെ ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ചില സാഹചര്യങ്ങളിലുണ്ട്. അതിപ്പോൾ ഞാൻ ഏറ്റെടുക്കണോ വേണ്ടെന്നുള്ളത് മറ്റുള്ളവരുടെ ആവശ്യമല്ല, അതെൻ്റെ ആവശ്യമാണ്. പക്ഷേ എനിക്കത് പറയേണ്ട സാഹചര്യം വന്നത് കൊണ്ടിട്ട് ഞാനത് പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ വേറൊരു ചോദ്യം കൂടി, ഒരു പ്രസക്തമായൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ നിലവിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മെനനിസ്റ്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടനകൾ രൂപീകരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു മറുപടി. അയ്യോ, അത് പേടിച്ചിട്ടാ സ്ത്രീകൾ രംഗത്തേക്ക്. പറഞ്ഞല്ലോ, ഈ കൂട്ടങ്ങളെ ജനങ്ങൾക്ക് എടുക്കാനാണ് പ്രയാസം. അതേസമയം സ്ത്രീകൾക്കുള്ള അവകാശങ്ങളും സ്ത്രീകളുടെ പോരാട്ടങ്ങളും മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഒരു ഭയമാണ് ഈ റൈറ്റ് ടു സംഭവം എന്ന് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല, വളരെ കൃത്യമായിട്ട് എനിക്ക് പറയണമെന്നുള്ളൊരു കാര്യമാണ്. കേരളത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങളെ മിസ്യൂസ് ചെയ്യുന്ന ചില സ്ത്രീകളുണ്ട്. അല്ലെങ്കിൽ അത് സ്ത്രീകളിലും കമ്മ്യൂണിറ്റികളിലും ഒക്കെ ഉണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ സമുദായത്തെ ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിനോടൊപ്പം അതിൻ്റെ ഉള്ളിൽ തെറ്റുണ്ടെങ്കിൽ അതിനെടുത്ത് പറയാന്നുള്ളതും നമ്മളെ അവകാശം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സ്ത്രീ തെറ്റ് ചെയ്താൽ നമ്മളെപ്പോഴും ഫെമിനിസ്റ്റ് ആവുന്നത് കൊണ്ടിട്ടും നമ്മൾ സമത്വം പറയുന്നത് കൊണ്ടിട്ടും നമ്മളിങ്ങനെ എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്നത് കൊണ്ടിട്ടും സ്ത്രീക്കെതിരെയുള്ള ഒന്നും പറയരുത്. സ്ത്രീ അങ്ങനെ വെട്ടിക്കൊന്നാലും സംസാരിക്കരുത്, സ്ത്രീ കൊലപാതകയായാലും സംസാരിക്കരുത്, സ്ത്രീ കള്ളം ചെയ്താലും സംസാരിക്കരുത്, സ്ത്രീ കുട്ടിയെ കൊന്നു കളഞ്ഞാൽ സംസാരിക്കരുത്. നടക്കില്ല.
ഇവിടെ ആരെങ്കിലും ആര് ചെയ്യുന്നു, ഇപ്പോൾ ഇവിടുത്തെ പുരുഷൻ്റെ ഹയറാർക്കിയിൽ ചെയ്യുന്ന 1% സ്ത്രീ ചെയ്യുന്നുള്ളൂ, അത് വേറൊരു കാര്യം. അങ്ങനെ നിലനിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള മിസ്യൂസിങ് നടത്തുന്ന സ്ത്രീകളോട് പറയാനുള്ളത്, ഈ 10-16 വയസ്സ് മുതൽ നമ്മളൊക്കെ അനുഭവിച്ച് വന്ന ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ എൻ്റെ പ്രശ്നമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത്. അവിടെ നിന്ന് സഫർ ചെയ്ത് മരണത്തിൽ നിന്ന് വരെ എണീറ്റ് വന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ബാലിശമായിട്ട് ഈ പറയണ മീറ്റു പോലുള്ള ആരോപണങ്ങളും മറ്റുമൊക്കെ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ സഫറിങ് നടത്തിയ സ്ത്രീകളെ വല്ലാത്ത രീതിയിൽ അത് ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവർ കഷ്ടപ്പെട്ട് നടത്തുന്ന അവരുടെ പോരാട്ടങ്ങൾ, അവർ നടത്തുന്ന കേസുകളൊന്നും ഒന്നും അല്ലാതായി പോകുന്നെന്നുള്ളതാണ്. അവരെ ഉൾപ്പെടെ ഇത്തരം കള്ള കേസുകൾ ബാധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിത സാഹചര്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നീയും കള്ള കേസല്ലേ കൊടുത്തെന്നുള്ള രീതികളിൽ പോലെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കൺസെൻറ്റ് റിലേഷൻഷിപ്പിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ ഉടനെ തന്നെ ആ പുരുഷനെതിരെ ആ സ്ത്രീ അങ്ങ് പരാതി കൊടുക്കുക. മനസ്സിലായില്ല? അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ ഇവിടെ ചുമ്മാ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ റൈറ്റ് നമുക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നവരും നമുക്ക് എന്തും കാണിക്കാൻ നമ്മളെ റൈറ്റ്സ് എന്ന് വെച്ചത് അത് അങ്ങനെ ചിന്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതിൻ്റെ മേൽ പുരുഷനെ ഭീഷണിപ്പെടുത്തുന്നതും ശരിയല്ല. ഈ പറഞ്ഞതുപോലെ ഈ പുരുഷ സംഘടനയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് പുരുഷന്മാരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ മാത്രം യോഗ്യത ഉള്ള ഒരു സംഘടനയായിട്ട് അത് മാറട്ടെ എന്നുള്ളതാണ് എല്ലാ കാലത്തും നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ന്യൂസ് 3 അല്ല, ഇവിടെ വന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ വന്നിരിക്കുന്ന സംഘടനകളെന്ന് പറയുന്നത് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്ന സംഘടനകൾ തന്നെയാണ്. അതിനൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പ്രശ്നങ്ങൾ പറയുമ്പോഴത്തേക്ക് എല്ലാ ബുദ്ധിമുട്ടുണ്ടായ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും അതുണ്ടാവണം എന്നുള്ളതാണ്. അപ്പം അതിൽ ഒരു വിയോജിപ്പുണ്ട്. അത് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് മാറട്ടെ. എന്ത് സംഘടനകൾ വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് ഈ ജൂൺ മാസത്തിൽ പ്രൈഡ് മന്ത് ഭാഗമായിട്ട് സ്ത്രീകളുടെ ഒക്കെ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിനെ, ക്യൂർ മനുഷ്യരുടെ ഒക്കെ തന്നെ അടുപ്പമുള്ള ഒരു വലിയൊരു വ്യക്തിനെ തന്നെ നമുക്ക് അതിഥിയായിട്ട് കിട്ടിയതിൽ അതിഥിയോടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു നാദിറ, താങ്ക് യു സോ മച്ച്.